അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റുസുലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ആദരണീയരായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നാം ഏവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് തൃപ്തിയുള്ള ജീവിതം നയിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി സന്തോഷത്തോടെ സമാധാനത്തോടെ പരിശുദ്ധമായ കലിമ ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാനവരാശിയുടെ ഐഹികവും പാരത്രികവുമായ വിജയത്തിനാവശ്യമായ നിയമസംഹിതയ്ക്കാണല്ലോ ഇസ്ലാം അഥവാ ശരീഅത്ത്, ദീൻ എന്നൊക്കെ നാം പറയപ്പെടുന്നത്. ആ പരിശുദ്ധ ഇസ്ലാമിൻ്റെ, ആ പരിശുദ്ധ ശരീഅത്തിൻ്റെ, ആ പരിശുദ്ധ ദീനിൻ്റെ ആദ്യത്തെ പ്രബോധകനും പ്രചാരകനുമായിരുന്നു മഹാനായ സയ്യിദുന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ പരിശുദ്ധമായ ദീനിൻ്റെ ശരീഅത്തിൻ്റെ അവസാന പ്രബോധകനും പ്രചാരകനുമായിരുന്നു ഖാത്തിമുൽ അംബിയാ സയ്യിദുൽ വുജൂദ് റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ രണ്ട് മഹത്തുക്കളായ മഹാരഥന്മാരായ പ്രവാചകന്മാർക്കിടയിൽ നിരവധി പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ശരീഅത്തിനെ ഈ ലോകത്ത് പ്രബോധനം ചെയ്യാൻ വേണ്ടി, ഈ ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയക്കുകയും അവരൊക്കെ ഈ ലോകത്ത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ പ്രചാരകരായി, പ്രബോധകരായി കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മുടെ കരങ്ങളിൽ എത്തപ്പെട്ടത് ഈ ഒരു പാരമ്പര്യത്തിലൂടെ, ഈ ഒരു പരമ്പരയിലൂടെയാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ആ ഒരു പാരമ്പര്യത്തെ, ആ ഒരു പരമ്പരയെപ്പറ്റി പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ജീവിത കാലഘട്ടത്തിൻ്റെ ഇടയിൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചാരകരും പ്രബോധകരുമായി അവിടുത്തെ അനുചരന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അവർ മാറി, അവരും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധകരായി, പ്രചാരകരായി മാറിയത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്വഹാബത്തിന് ശേഷം താബിഈങ്ങൾ ഇസ്ലാമിൻ്റെ പ്രചാരകരും പ്രബോധകരുമായി, താബിഈങ്ങൾക്ക് ശേഷം തബഉ താബിഈങ്ങൾ ഇസ്ലാമിൻ്റെ പ്രബോധകരും പ്രചാരകരുമായി തീർന്നു. തബഉ താബിഈങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ മഹാരഥന്മാരായ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധകരും പ്രചാരകരുമായി മാറിയത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഒട്ടും മാറ്റുകുറയാതെ പരിശുദ്ധ ദീനിൻ്റെ പ്രചാരകരും പ്രബോധകരുമായി അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ നൂറാനിയത്താകുന്ന ഇൽമു കൊണ്ട് അനുഗ്രഹീതരായ ഒരുപാട് ധാരാളം ലക്ഷക്കണക്കായ പണ്ഡിത മഹത്തുക്കൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധകരും പ്രചാരകരുമായി മാറിയതും ഇന്നും മാറിയിരിക്കുന്നതും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതും ഒരു യാഥാർത്ഥ്യമാണ്, ഒരു നഗ്നമായ സത്യമാണ്. ആ പാരമ്പര്യവും പരമ്പരയും നാം പറയുമ്പോൾ നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളെ പറ്റി പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പ മഹാപണ്ഡിതനും ആദണ്യനും
വലിയ മഹാനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വലിയൊരു പ്രബോധകനും പ്രചാരകനുമായിരുന്നു. അതേപോലെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, അതോടൊപ്പം ഷംസുൽ ഉലമ EK ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ വഅലി ദറജാതി, ഇവരെയൊക്കെ പറയാതെ വയ്യ. ഈ പാരമ്പര്യം നാം പറയുമ്പോൾ നമ്മുടെ മുൻഗാമികളായ ഇവരെ നാം പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റബീഉൽ ആഖിറിൽ നാം ഇവരെ പ്രത്യേകം ഓർത്തുപോവുകയാണ്, അനുസ്മരിക്കുകയാണ്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ മഅ്ശറൽ ഖുറാ ഇസ്തഖീമു, യാ മഅ്ശറൽ ഖുറാ, ഓ ഖുർആൻ പഠിതാക്കളെ, അഥവാ ഖുർആനെ ജീവിത സംഹിതയായി കൊണ്ടു നടക്കുന്ന മുസ്ലിമീങ്ങളെ, ഇസ്തഖീമു, നിങ്ങൾ മഹാന്മാരുടെ വഴിയിലേക്ക് പോകണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി പറയുന്നതായി ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഏതാണ് ഈ മഹാന്മാരുടെ വഴി? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ സിറാത്തുൽ മുസ്തഖീം എന്ന പാന്താബ്, അഥവാ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, സിറാത്തല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇതാണല്ലോ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ചൊവ്വായ പാത. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ പാരമ്പര്യത്തെ വിശ്വസിക്കാതിരിക്കാൻ, ഈ മഹത്തായ പാരമ്പര്യത്തെ പറയാതിരിക്കാൻ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. അതുകൊണ്ട് തബഉത്താബിഈങ്ങൾക്ക് ശേഷം മഹാന്മാരായ ഔലിയാക്കന്മാരിലൂടെയും പണ്ഡിതന്മാരിലൂടെയുമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ ലോകത്ത് പടർന്ന് പന്തലിച്ചത്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഈ വിശുദ്ധമായ മാസത്തിൽ നാം പ്രത്യേകം ഓർക്കുന്ന മഹാരഥന്മാരാണല്ലോ മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് ചെയ്യാത്ത വലിയ മഹാനായിരുന്നു ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ. മഹാനവറുകൾ റബീഉൽ ആഖിറിൻ്റെ ആദ്യ ദിനങ്ങളിലാണല്ലോ മഹാൻ്റെ വഫാത്ത് നടന്നത്. ലാളിത്യം കൊണ്ട് പാണ്ഡിത്യത്തെ മറച്ചു വെച്ച ഒരു വലിയ മഹാനായിരുന്നു ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ്. 1900 ജനുവരി മാസം 17 ജനിച്ച് 1993 സെപ്റ്റംബർ 19 വഫാത്തായ മഹാനായ ഷെയ്ഖുന നീണ്ട 93 വർഷത്തെ ജീവിതം ഈ മണ്ണിന് നൽകിയ മഹാവലിയും പണ്ഡിതനുമായിരുന്നു മഹാനവറുകൾ. 68 വർഷത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറായിരിക്കാൻ മഹാഭാഗ്യം കിട്ടിയ വ്യക്തിത്വം. സമസ്തയുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ഇത്ര വർഷത്തോളം മുഷാവറ മെമ്പറായി കഴിഞ്ഞിട്ടുള്ള മറ്റൊരാളെ നമുക്കെടുത്തുദ്ധരിക്കാൻ സാധ്യമല്ല. അതിൽ തന്നെ 26 വർഷത്തോളം പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ച മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ്. മാലിക് ദീനാർ റളിയല്ലാഹു തആലാ അൻഹുവിൻ്റെ സഹോദരപുത്രനാണ് കണ്ണിയത്ത് ഉസ്താദിൻ്റെ കുടുംബ പരമ്പരയുടെ പിതാമഹനെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദിനെ ഓർക്കുമ്പോൾ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് പടച്ച തമ്പുരാൻ സർവലോക സംരക്ഷകനായ ഖാലിക്കായ അള്ളാഹു പറഞ്ഞ ആ പരിശുദ്ധ ഖുർആനിൻ്റെ ജീവിച്ചിരുന്നൊരു സാക്ഷ്യമായിരുന്നു മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവൻ്റെ അടിയാറുകളിൽ നിന്ന് പണ്ഡിതന്മാരാണ് എന്ന് ഖുർആൻ പറയുകയാണ്. ഇത്രത്തോളം സർവലോക സംരക്ഷകനായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ നിഖില മേഖലകളും വളരെ സൂക്ഷ്മതയിലൂടെ കടന്നുപോയ, വളരെ സൂക്ഷ്മതയോടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ച ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതയെപ്പറ്റി പറയുമ്പോൾ ഓർത്തുപോകുന്നത്, ഒരിക്കൽ ഒരു വീടിൻ്റെ പാർക്കൽ സംബന്ധമായി, പുതിയൊരു വീടിൻ്റെ
ഉദ്ഘാടന ചടങ്ങ്, വീട് പാർക്കുന്ന ആ കർമ്മത്തിനായി ഷെയ്ഖുനയെ ഒരു വീട്ടുകാരൻ കൂട്ടിക്കൊണ്ടുപോയി. മഹാനവറുകളെ ആ കാലഘട്ടം തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ദുആയിരപ്പിക്കുകയും ഒക്കെ ചെയ്യുക പതിവായിരുന്നു. ഒരിക്കൽ ഒരു പുതിയ വീട് പണിത് ആ വീടിൻ്റെ ഉദ്ഘാടനത്തിനായി, ആ വീട് പാർക്കലിനായി വീട്ടുകാരൻ ക്ഷണിച്ചത് പ്രകാരം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആ വീട്ടിലെത്തുകയാണ്. ആ വീട്ടുകാരൻ വളരെ ആദരവോടെ പറഞ്ഞു, ഉസ്താദ് അങ്ങ് അവിടെ ഇരിക്കണം, അങ്ങ് അവിടെ ഇരുന്നാലും എന്ന് മഹാനായ ഷെയ്ഖിനയോട് പറഞ്ഞു, വളരെ ആദരവോടെ. പക്ഷേ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് അവിടെ ഇരുന്നില്ല. ഈ അവിടെ എന്നത് ഒരവ്യക്തമായ പദമാണ്. അത് എവിടെ എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അവിടെയേ എനിക്കിരിക്കാൻ അനുവാദമുള്ളൂ. അതുകൊണ്ട് തന്നെ ആ അവിടെ അത് എവിടെയാണ് എന്ന് എനിക്ക് കൃത്യമായി കാണിച്ചു തരണം, അല്ലാതെ ഞാൻ ഇരിക്കില്ല എന്ന് മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് ആ വീട്ടുകാരനോട് പറയുകയുണ്ടായി. നോക്കണം, സൂക്ഷ്മതയുടെ അങ്ങേ അറ്റത്ത് നാം ഒന്നും ചിന്തിക്കുന്നതിലും അപ്പുറം, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് സൂക്ഷ്മത എന്ന ആ മഹത് വാക്യം ജീവിതത്തിൽ പുലർത്തുകയായിരുന്നു മഹാനായ ഷെയ്ഖുന എന്ന് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന്, ഈ സംഭവത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഷെയ്ഖുനയെ ഓർക്കുമ്പോൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന മറ്റൊരു സംഭവം, കോഴിക്കോട് സമസ്ത മുഷാവറ യോഗം കഴിഞ്ഞ് തിരിച്ച് വാഴക്കാട്ടേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുന്ന ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദിൻ്റെ കയ്യിൽ ബസ്സിന് കൊടുക്കാൻ ഒരൊറ്റ നാണയത്തൊട്ട് മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ഒരു യാചകൻ ഉസ്താദിൻ്റെ നേരെ കൈനീട്ടിയത്. മഹാനായ ഷെയ്ഖുന തൻ്റെ മുമ്പിൽ കൈനീട്ടിയ ആളെ വെറുതെ മടക്കുന്നത് പരിശുദ്ധ റസൂലിന് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഷെയ്ഖുന തൻ്റെ കയ്യിൽ ആകെയുണ്ടായിരുന്ന ആ ഒരു നാണയം യാചകൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ആ സ്വാത്വിക മഹാമനീഷി നടക്കാൻ ആരംഭിച്ചു. ആ നാണയം കൊണ്ട് ബസ്സിൽ കയറിയാൽ വളരെ എളുപ്പത്തിൽ നാട്ടിലെത്താമെന്നിരിക്കെ അതിനെ സ്വതക്ക നൽകിയിട്ട് പകരം കിലോമീറ്ററുകളോളം നടക്കുകയാണ് ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ്. വാഴക്കാട് എത്തിയപ്പോഴേക്കും സമയം വളരെ വൈകി. അപ്പോഴേക്ക് ദർസിലെ വിദ്യാർത്ഥികളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു. ഉസ്താദിന് ഭക്ഷണം കൊടുക്കുന്ന ഖാദിം മാത്രം ഉണർന്നിരിക്കുകയാണ്. അദ്ദേഹം ഉണർന്നിട്ടില്ല. കാരണം ഉസ്താദ് കഴിച്ച ഭക്ഷണം ഉസ്താദ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം അയാൾക്ക് കഴിക്കാൻ. അതുകൊണ്ട് അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. മഹാനായ ഷെയ്ഖുന നടന്ന് ക്ഷീണിച്ച് വിയർത്ത് വാഴക്കാടെത്തുകയാണ്. ഉസ്താദിൻ്റെ കോലം കണ്ടപ്പോഴേക്കും ഖാദിമിന് വളരെ വിഷമമായി. ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ ഭക്ഷണം ബഹുമാനപ്പെട്ട ഷെയ്ഖുനക്ക് സുപ്ര വിരിച്ച് ഭക്ഷണം തളിക അവിടെ വെച്ചു. എന്നിട്ട് ഉസ്താദിനെ ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചു. ഉസ്താദ് പറഞ്ഞു, ഞാൻ കഴിക്കുന്നില്ല, നീ കഴിച്ചോ. കേട്ടപ്പോൾ ഖാദിം ഞെട്ടിപ്പോയി. ഭവ്യതയോടെ കാരണം ആരാഞ്ഞു ഷെയ്ഖുനയോട്. ഷെയ്ഖുന പറഞ്ഞു, കുട്ടികളെ പഠിപ്പിക്കുന്ന മുദരിസിനാണ് ഈ ഭക്ഷണം കൊണ്ടുവന്നത്. ഞാനാകട്ടെ ഇന്ന് കുട്ടികൾക്ക് കിതാബ് ചൊല്ലിക്കൊടുത്തിയിട്ടില്ല, ഞാനിന്ന് കുട്ടികൾക്ക് സബക്കെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സബക്കെടുക്കാത്ത കാരണത്താൽ ഈ ഭക്ഷണം എനിക്കിന്ന് ഹലാലല്ല, അനുവദനീയമല്ല. നിനക്ക് ഈ ഭക്ഷണം ഹലാലാണ്, അതുകൊണ്ട് നീ നിൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട്, നീ ഈ ഭക്ഷണം കഴിച്ചുകൊള്ളൂ എന്ന് ആ ഖാദിമിനോട് പറഞ്ഞപ്പോൾ ഖാദിമ് നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. എന്തൊരു സൂക്ഷ്മതയാണിത്! ഉസ്താദ് കഴിക്കാതെ ഖാദിമിന് കഴിക്കാൻ സാധ്യമല്ല. ഷെയ്ഖിനയോട് ആ ഖാദിം പറഞ്ഞു, ഉസ്താദ് കഴിക്കാതെ ഈ ഭക്ഷണം ഞാൻ കഴിക്കില്ല. ഇതോടെ കണ്ണിയത്ത് ഉസ്താദ് ധർമ്മസങ്കടത്തിലായി. താൻ കാരണം ഒരാൾ പട്ടിണി കിടക്കുകയോ പാടില്ല. ഖാദിമിനോട് പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ കഴിക്കാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, കുട്ടികൾക്ക് ദറസെടുത്തു കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഭക്ഷണം കഴിക്കൂ. വളരെ ചുരുക്കി പറഞ്ഞാൽ ഖാദിം ആ കുട്ടികളെ ഉണർത്തി. കുട്ടികൾ ഉണർന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ഷെയ്ഖുന
കിലോമീറ്ററോളം നടന്ന് ക്ഷീണിച്ച് അവശനായി വന്ന ഉസ്താദ് അർദ്ധരാത്രിയിൽ ദീർഘമായൊരു സബക്ക്, ഒരു ദറസ്, ഒരു പാഠം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കൊടുത്തു. ആ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് മഹാനായ ശൈഖുന ഭക്ഷണം കഴിച്ചത് എന്ന് മഹാനെ അനുസ്മരിച്ചു കൊണ്ടുള്ള വിവിധ ചരിത്രങ്ങളിൽ, അനുസ്മരണികളിൽ, വിവിധ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത്ര സൂക്ഷ്മതയുടെ തന്നെ ഏൽപ്പിക്കപ്പെട്ട അമാനത്ത് അത് കൃത്യമായി വീട്ടാതെ അമാനത്തിൻ്റെ പേരിൽ കിട്ടുന്ന, അല്ലെങ്കിൽ തൻ്റെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൻ്റെ പേരിൽ നൽകുന്ന ചില്ലറക്കാശ് പോലും അത് തനിക്ക് ഹലാലാവുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായും ഹലാലിനെയും ഹറാമിനെയും കറാഹത്തിനെയും വേണ്ടതുപോലെ സൂക്ഷിക്കപ്പെട്ട വലിയൊരു മഹാമനീഷിയായിരുന്നു ആദരണീയനായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദ്. മഹാനവറുകളുടെ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദിനെ പറയുന്നതോടൊപ്പം ഷംസുൽ ഉലമയെ പറയാതിരിക്കാൻ നമുക്ക് വയ്യ. കാരണം അവർ അങ്ങനെയായിരുന്നു. ഒരേ കാലത്ത് ജീവിച്ച ലോകത്തിന് അത്ഭുതമായവരായിരുന്നു മഹാരഥന്മാരായ മഹാനായ ശൈഖുന ഷംസുൽ ഉലമയും അതേപോലെ കണ്ണിയത്ത് ഉസ്താദും. ഷംസുൽ ഉലമയെ പറ്റി പറയുമ്പോൾ ആരായിരുന്നു ഈ ഷംസുൽ ഉലമ? 4.5 പതിറ്റാണ്ട് കാലം സമസ്തയുടെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച ഒരു നേതാവ്, ഒരു ആലിം എന്നു മാത്രമല്ല, ആ ആലിം എന്ന പദവിയെ മറയാക്കി പിടിച്ച് വിലായത്തിൻ്റെ പദവിയിൽ ഔലിയാഇൻ്റെ മർത്തബയിൽ എത്തിയ വലിയൊരു മഹാമനീഷിയായിരുന്നു മഹാനായ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. പറയുന്ന ഓരോ വാക്കും പൊന്നാക്കി മാറ്റിയ മഹാനാണ് ഷംസുൽ ഉലമ. ഈ ഷംസുൽ ഉലമ എന്ന ആ നാമകരണം തന്നെ, അഥവാ പണ്ഡിത സൂര്യൻ എന്ന ആ നാമകരണം തന്നെ അത് മലയാളക്കര കൊടുത്തതല്ല. മഹാൻ്റെ ഇൽമിൻ്റെ, വിജ്ഞാനത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ അറബ് സമൂഹം കൊടുത്ത പേരാണ് ഷംസുൽ ഉലമ. സത്യത്തിൽ മഹാനവറുകൾ ആലിമീങ്ങളുടെ ഒരു പ്രകാശ ജ്യോതിസായിരുന്നു, ഒരു സൂര്യഗോളമായിരുന്നു ഷംസുൽ ഉലമ. മഹാൻ്റെ പിതാവും വലിയൊരു മഹാനായിരുന്നു. ഖാദിരിയ തരീഖത്തിൻ്റെ ഷെയ്ഖായ മഹാനായ കോയക്കുട്ടി മുസ്ലിയാരാണ് ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ പിതാവ്. പിതാവിൽ നിന്ന് തന്നെയാണ് ആദ്യാക്ഷരം മുതൽ വലിയ വലിയ കിതാബുകൾ വരെ ഓതിപ്പടിച്ചത് ബഹുമാനപ്പെട്ട തൻ്റെ പിതാവിൽ നിന്നാണ്. പരിശുദ്ധ ഖുർആൻ 2 മാസത്തിൽ താഴെ എടുത്തുകൊണ്ട് മഹാനവറുകൾ ഹിഫ്ള് ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഖുർആൻ ഹാഫിളായി, ഖുർആൻ ഹിഫ്ള് ചെയ്തു എന്ന് മാത്രമല്ല, ഇൻജീൽ അദ്ദേഹത്തിന് മനഃപ്പാടമായിരുന്നു. ശേഷം മാറ്റം ചെയ്യപ്പെട്ട ബൈബിൾ മനഃപ്പാടമായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുമായിരുന്നു. പേർഷ്യൻ ഭാഷകളും ഉറുദുവും തമിഴും അങ്ങനെ എല്ലാ ഭാഷകളും അറിയാവുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു മഹാനായ ഷംസുൽ ഉലമ EK ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ. മാത്രവുമല്ല, മഹാൻ വലിയ മഹാപണ്ഡിതന്മാരുടെ ശിഷ്യനുമായിരുന്നു. പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രധാനിയായ, അതേപോലെ മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, അഹമ്മദ് കോയ ചാലിയാത്തി, അതേപോലെ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹും വഅലി ദറജാതിഹിം വൻഫഅനാ ബിഉലൂമിഹിം ഫിദ്ദാറൈൻ, ഇങ്ങനെയുള്ള മഹാരഥന്മാരുടെ ശിഷ്യനായിരുന്നു മഹാനായ ഷംസുൽ ഉലമ. വലിയ കറാമത്തിൻ്റെ ഉടമയാണ്. മഹാൻ്റെ സംവാദവേദികൾ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി ഈ രാജ്യത്ത്, ഈ നാട്ടിൽ, ഈ കേരള മണ്ണിൽ ഒരുപാട് പണിപ്പെട്ട മഹൽ വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായിരുന്നു ഷംസുൽ ഉലമ. ബിദ്ഈകളുടെ ആശയങ്ങളെ, അവരുടെ ആശയത്തെ ഖണ്ഡിച്ചുകൊണ്ട് ധീരമായ മറുപടി കൊടുത്തുകൊണ്ട് മഹാനവറുകൾ മുന്നേറുകയുണ്ടായി. തൻ്റെ സംവാദവേദിയിൽ പരിശുദ്ധ റസൂലുള്ളാഹിൻ്റെ റൂഹ് അവിടെ ഹാജരായിരുന്നു എന്ന് മഹാനവറുകൾ പലപ്പോഴും പറയാറുണ്ട്. 1996 ആഗസ്റ്റ് 19 മഹാൻ ഈ ലോകത്തോട് വഫാത്തായി. തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയം കോഴിക്കോട് ഫാത്തിമിയ ഹോസ്പിറ്റലിൽ കൂടി നിന്നവരോടൊക്കെ യാസീൻ ഓതാൻ പറയുകയുണ്ടായി. യാസീൻ സൂറത്ത് നമുക്കറിയാം 83 ആയത്താണ്.
ഇപ്പോൾ ഷംസുൽ ഉലമയ്ക്ക് 83 വയസ്സുണ്ട്. യാസീനിലെ 83-ാമത്തെ ആയത്ത് മരണത്തെ സൂചിപ്പിക്കുന്ന ആയത്താണ്. 83-ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതി പൂർത്തിയായതിനു ശേഷം പള്ളിയിൽ നിന്ന് സുബ്ഹിൻ്റെ ബാങ്ക് കേൾക്കുകയും ആ ബാങ്കിന് ഇജാബത്ത് കൊടുത്തുകൊണ്ട് ബാങ്കിൻ്റെ അവസാന പദമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധമായ കലിമ ചൊല്ലിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ പരിശുദ്ധ ദീനിൻ്റെ പ്രബോധകരിൽ പ്രചാരകരിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ നമ്മുടെ കൺമുന്നിൽ ജീവിച്ചു പോയ വലിയൊരു മഹാമനീഷിയായിരുന്നു ഷംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ മഹാനബറുകളും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ 2 മഹാന്മാരുടെയും ദറജകൾ ഉയർത്തിക്കൊടുക്കട്ടെ. അതോടൊപ്പം ഈ വിശുദ്ധമായ മാസത്തിൽ വഫാത്തായ മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തുടങ്ങി നിരവധി അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ വഫാത്തായ ദിനവും അവരെ അനുസ്മരിക്കുന്ന മാസവുമാണല്ലോ ഈ മാസം. അള്ളാഹു ഈ മാസത്തിൻ്റെയും ഈ മഹാന്മാരുടെയും ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ പാപങ്ങളെ അള്ളാഹു മാപ്പാക്കി തരട്ടെ. ഇവരോടൊക്കെ ഒപ്പം നമുക്ക് നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖിനെ കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.